യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള തിരുവചനമാണ് ഇന്ന് പകൽ നാം കേട്ടത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മെ നിർമ്മിച്ചത് യഹോവയായ ദൈവമാണ്. യഹോവ ജീവനുള്ള ദൈവം, യഹോവ സത്യദൈവം, യഹോവ നിത്യദൈവം, യഹോവ സർവശക്തനായ സൃഷ്ടികർത്താവായ ദൈവം. യഹോവയായ ദൈവമാണ് നമ്മെ നിർമ്മിച്ചത്. എങ്ങനെയാണ് നിർമ്മിച്ചതെന്നറിയാമോ? ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് നിലത്തെ പൊടി കൊണ്ടാണ്. നിലത്തെ പൊടിയിൽ നിന്നാണ് അവൻ മനുഷ്യനെ നിർമ്മിച്ചത്. എന്നിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, പൊടിയിൽ നിന്നും തന്നെയാണ് എടുത്തത്. അതൊന്നുകൂടി വ്യക്തമാകുന്നത് ഈ ശ്വാസം നിലച്ചുപോയ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന ചില ജീവിതങ്ങളുടെ ചരിത്രം കാണുമ്പോഴാണ്. അതെ, ശ്വാസം നിലച്ചാൽ പിന്നെ മണ്ണിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. പൊടിയിൽ നിന്നാണ് എടുത്തത്. പൊടിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. എന്നാൽ ഈ പൊടിക്ക് ഇത്ര വിശേഷതയുണ്ടായത് അവൻ ജീവശ്വാസം ഊതിയപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് തന്നതാണ്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. ശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഏറ്റവും താഴ്മയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം, നന്ദിയോടെ നോക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വരുവിൻ, നാം മടങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അതെ, അവൻ വലിയവനാണ്. അവൻ സൃഷ്ടികർത്താവായ ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവൻ നിങ്ങളെ വീണ്ടും പണിയുന്നവനാണ്. ഉടഞ്ഞുപോയ പാത്രത്തെ അവൻ കരങ്ങളിൽ എടുക്കുന്നവനാണ്. നിങ്ങൾ വിലയേറിയവരാണ്. ഇന്നും ഈ ഭൂമിയിൽ പൊടിയില്ലാഞ്ഞിട്ടല്ലല്ലോ, ആ പൊടിയെ ഇത്രത്തോളം മാന്യതയുള്ളതാക്കി തീർത്തത് ദൈവത്തിന് നിങ്ങളോട് പ്രിയം തോന്നിയത് കൊണ്ടാണ്. ദൈവമാണ് നിങ്ങൾക്ക് വിലയിട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നമുക്ക് ഏറ്റവും താഴ്മയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ശ്വാസം നിലച്ചാൽ എല്ലാം അവസാനിക്കും. ഓക്സിജൻ ഇങ്ങനെ എടുക്കുകയല്ലേ? എല്ലാം ദാനമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളെ നിർമ്മിച്ചവൻ്റെ മുൻപിൽ തന്നെ വരണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഡിസൈനാണ്.
നിങ്ങളുടെ രൂപം നിങ്ങളൊന്ന് പഠിക്കണം. എത്ര ഭയങ്കരവും അതിശയകരമായിട്ടാണ് ദൈവം നിങ്ങളെ മെനഞ്ഞത്. അതാദ്യം അവൻ്റെ ഹൃദയത്തിലാണ് രൂപപ്പെട്ടത്. നീ ജനിച്ചത് അവൻ്റെ ഹൃദയത്തിലാണ്. അവന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവന് നിന്നോട് പ്രിയമുണ്ട്. അവൻ നിന്നെ കുറവ് തീർത്ത് പണിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനുഷ്യരിൽ ആശ്രയിക്കാതെ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് വാ. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവിൻ, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ദൈവം നിങ്ങളെ കുറവ് തീർത്ത് പണിയുന്നവനാണ്. ദൈവം നിങ്ങളെ പണിയും. നിർമ്മിച്ചവൻ്റെ അടുക്കലേക്ക് വരിക. കുറവ് തീർത്ത് പണിയുന്നവൻ്റെ അടുക്കലേക്ക് തന്നെ കടന്നു വരിക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.